ആത്മാവിറങ്ങും വേദിയിൽ ഹൃദയം തുറന്നു നാഥ, ജീവൻ പകർന്ന ത്യാഗം ഓർക്കാനൊരുങ്ങി വന്നിത ബലിവേദി മുന്നിൽ നിൽക്കാൻ, കരയേറും നീക്കി നിൽക്കാൻ, ബലിവേദി മുന്നിൽ നിൽക്കാൻ, കരയേതും നീക്കി നിൽക്കാൻ. മാലാഖമാർ പാടുന്നു ഹല്ലേലൂയ പാടുന്നു, മാലോകരേവരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. മാലാഖമാർ പാടുന്നു ഹല്ലേലൂയ പാടുന്നു, മാലോകരേവരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. വൈരം വഴിയിൽ വെടിഞ്ഞിടാം, സോദരരോട് ക്ഷമിക്കാം, ക്രൂശിൻ മാറിലെ ഭാവം മനസ്സിൽ ഏറ്റുവാങ്ങിടാം. വൈരം വഴിയിൽ വെടിഞ്ഞിടാം, സോദരരോട് ക്ഷമിക്കാം, ക്രൂശിൻ മാറിലെ ഭാവം മനസ്സിൽ ഏറ്റുവാങ്ങിടാം. നാഥാ ദൈവമേ, നാഥാ സ്നേഹമേ, നീ സ്വീകരിച്ചിടൂ ബലി, കനിവായി കൈക്കൊണ്ടിടൂ. നീ സ്വീകരിച്ചിടൂ ബലി, കനിവായി കൈക്കൊണ്ടിടൂ. മാലാഖമാർ പാടുന്നു ഹല്ലേലൂയ പാടുന്നു, മാലോകരേവരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനമാനവബന്ധങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്തലമെല്ലാം ഉടയവനെ വാഴ്ത്തുക തൻ തിരുനാമമാ. രക്ഷയുമെന്നും കീർത്തിപ്പിൻ. ജനതകൾ മധ്യേ കർത്താവിൻ മഹിമകൾ നിതരാം ഘോഷിപ്പിൻ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ. തിരുനാമത്തിനു ചേർന്ന വിധം മഹിതസ്തുതികളുയർത്തിടുവിൻ. തൃക്കാഴ്ചകളോടവിടുത്തെ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ.
നാമം ജനതകൾ വാഴ്ത്തട്ടെ, വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ. താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം പുത്രാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിനുള്ള വായന 10-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായി നിങ്ങളെ ഇന്നും നിങ്ങൾ ആയിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേൽ ദുശ്ശാഠ്യക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനും ആണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക,
ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജപദായക ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശപിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശീലങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിന് നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിശോധനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിശോധിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയുംക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടുവിനെന്നും കർത്താവിനാൽ പാവനമാകും സ്തുതിഗീതങ്ങൾ. അന്തമിഴാത്തൊരു കാരുണ്യം നമ്മോട് കാട്ടിയതോർത്തിയിടേണം. നിലനിൽക്കുന്നു നിരന്തരമങ്ങി വിശ്വസ്തതയും കുറവില്ലാതെ. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 തിരുവചനങ്ങൾ 14 തുടങ്ങി. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു,
കർത്താവെ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മത്തായി ശ്ലീഹ അപസ്മാര രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ 3 മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ ഒരേപോലെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പാഠഭാഗമാണിത്. മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങളിൽ 9-ാം അധ്യായത്തിൽ ഇതേ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഈ 3 സുവിശേഷങ്ങളിൽ നാം കാണുന്നൊരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ രൂപാന്തരീകരണം കഴിഞ്ഞ് മലമുകളിൽ നിന്ന് യേശു താഴേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലൊരു സംഭവം നടന്നതായിട്ട് 3 സുവിശേഷകന്മാരും ഒരുപോലെ ചിത്രീകരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന തലക്കെട്ടോടെയാണ് ആരംഭിക്കുന്നത് എങ്കിൽ മർക്കോസും ലൂക്കായും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുന്നുവെന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ടു, കർത്താവ് അപസ്മാര രോഗിയായ ബാലനെ സുഖപ്പെടുത്തുമ്പോൾ പിശാച് അവനെ വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 3 സുവിശേഷങ്ങളും ഒരുപോലെ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം തിന്മയുടെ അധീനതയിലായിരുന്ന അഥവാ പിശാച് ബാധിതനായിരുന്ന ഒരു ബാലനെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവമാണ്. 3 ഒരുപോലെയാണ് ഈ ചിത്രീകരണം നമ്മൾ കാണുക. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരല്പം വ്യത്യസ്തമായിട്ടാണ് ഈ സുവിശേഷ ഭാഗം ചിത്രീകരിച്ചിരിക്കുക. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും നിയമജ്ഞരുമായിട്ട് വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കർത്താവ് വരിക. കർത്താവ് ചോദിക്കുന്നു, എന്താണ് ഇവിടെ ഈ തർക്കത്തിന് കാരണം? തർക്കത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോഴാണ് ഈ ബാലനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയ സാഹചര്യം അവിടെ വിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഈ ബാലന്റെ പിതാവ് കടന്നു വരുന്നത്. 3 സുവിശേഷങ്ങളും ഒരുപോലെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നു വന്നു, പേരില്ലാത്ത വ്യക്തിയെ. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്, പേരില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ആരോ ഒരാളെന്നാണ് പറയുക. അപ്പോൾ അത് ഒരു പൊതുസമൂഹത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമല്ല, ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ വ്യക്തിയെ ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന വലിയ സനാതനമായൊരു സത്യമുണ്ട്. വിശ്വാസ രാഹിത്യം ഇന്നും സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വചനം 3 സുവിശേഷങ്ങളും ഒരുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 സുവിശേഷങ്ങളിൽ ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ ജനക്കൂട്ടത്തിൽ നിന്ന് വന്ന് കർത്താവിനോട് പറയുന്ന പരാതി എന്താ? ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു, അവർക്ക് ഈ ബാലനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കർത്താവ് ശകാരിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നു. വിശ്വാസരഹിതരായ തലമുറയെ എന്ന് പറയും.
വിശ്വാസക്കുറവ്, ജനത്തിൻ്റെ വലിയ വിശ്വാസക്കുറവിനെ കർത്താവ് അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു. അതിനുശേഷം ഒടുവിൽ വീണ്ടും ശിഷ്യന്മാരെ കർത്താവ് മാത്രമായിരിക്കുന്ന സന്ദർഭത്തിൽ ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയത്? അപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസക്കുറവുണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് രൂപാന്തരീകരണ വേളയിൽ 3 പ്രിയപ്പെട്ട ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3 പേര് കർത്താവിനോടൊപ്പമുണ്ട്. ബാക്കി 9 പേരെ താഴെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 9 പേരിൽ അവർക്ക് ആർക്കും ഈ രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം, മലമുകളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വീകൃതമായ ആ രൂപഭാവം കണ്ട ശിഷ്യന്മാർ കൂടി താഴോട്ട് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസരഹിതരായ ഒരു സമൂഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന് കോട്ടം സംഭവിക്കാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാകുന്നു, അല്ലെങ്കിൽ സ്ഥാപന കേന്ദ്രീകൃതമാകുന്നു നമ്മുടെ ആത്മീയത. ചിന്തിച്ചു നോക്കിയാൽ മതി. അച്ഛൻ വിമർശിക്കുകയാണ് എന്ന് പറയരുത്. നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളൊക്കെ വിശ്വാസത്തോടെ ഓരോ ദിവസവും ദേവാലയത്തിൽ വന്നു ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പ്രാർത്ഥനയ്ക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന അവശ്യ ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാതെ പോകുന്നുവെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടാവും, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ വ്യക്തി കേന്ദ്രീകൃതമാവുകയാണ്. ഇന്ന് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും, എൻ്റെ ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ സഫലമാകും. ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോയാൽ മാത്രമേ എനിക്ക് സൗഖ്യം കിട്ടൂ. അപ്പോൾ വ്യക്തികളും ധ്യാന കേന്ദ്രങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. അത് വിശ്വാസത്തെ ആഴപ്പെടുത്താൻ സഹായിക്കുമെന്നതിന് ഞാൻ എതിര് പറയുകയില്ല. മറിച്ച് ഞാനെന്ന വ്യക്തിയുടെ വിശ്വാസം പലപ്പോഴും ഈ വിധത്തിൽ ശുഷ്കിച്ചു പോകുന്നത് കൊണ്ട് എനിക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നോക്കണം. രണ്ടാമതായിട്ട് ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ അപസ്മാര രോഗിയായ ബാലന്റെ പിതാവ് എന്താ പരാതി പറഞ്ഞത്? ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ രോഗിയാണെന്നും അവനെ തീയിലും വെള്ളത്തിലുമൊക്കെ പിശാച് തള്ളിയിടുന്നുണ്ട്, അതുകൊണ്ട് അവനെ സുഖപ്പെടുത്തണം. എന്നിട്ട് വിടാതെ കൂട്ടിച്ചേർക്കുന്നൊരു വാചകമുണ്ട്, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു, അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പരാതി എന്നാ? നമ്മൾ ബാക്കിയുള്ളവരുടെ കുറ്റം പറഞ്ഞേ കാര്യം പറയുകയുള്ളൂ, അല്ലേ? ഞാൻ ഇന്നതുപോലെ ചെയ്തു, ഞാൻ ഇന്നടുത്ത് പോയി, ഇന്ന സ്ഥലങ്ങളെല്ലാം ചെയ്തു, എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നം, എല്ലാം നമ്മൾ ബാക്കിയുള്ളവരെ പഴിചാരിയതിനു ശേഷമേ പറയും. കർത്താവ് ഇത്ര ശക്തമായ പദപ്രയോഗം നടത്തി ശകാരിക്കാനുള്ള കാരണം അതാ, പഴി പറയുകയും. ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, വഴി പിഴച്ചതും വിശ്വാസരഹിതവുമായ തലമുറയെ എന്ന്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായത് നമ്മളൊക്കെ പലപ്പോഴും പലരെയും ആശ്രയിച്ച് നമ്മുടെ വിശ്വാസത്തെ കൊണ്ട് നടക്കുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ വിശ്വാസത്തെ നമുക്കൊന്ന് ശക്തിപ്പെടുത്താനായിട്ട് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്കൊരു സംശയം തോന്നാം, ഈ പിശാചുബാധ എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങൾ വിലയിരുത്തിയാൽ മതി. നന്മയും തിന്മയും തമ്മിലുണ്ട് എന്നും, തിന്മയെ നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ പണ്ട് ഓനിഡ ടിവിയുടെ പരസ്യം കാണുന്നവരുടെ പിശാചൊന്നുമല്ല, അതൊക്കെ മനുഷ്യ സൃഷ്ടിയാണെന്ന് നമുക്കറിയാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ട് 2-3 അനുഭവങ്ങൾ ഇതുപോലെ. ഒരിക്കൽ ഞാനൊരു ഇടവകയിൽ സ്ഥലമൊന്നും നിങ്ങളോട് പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇടവകയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ നിരീശ്വരവാദിയായ മനുഷ്യ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ അതിശക്തമായ നിരീശ്വരവാദിയും നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന ആചാരബാഹുവായ നല്ല രോഗദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. വലിയ മല മുകളിലാണ് വീട്. സാഹചര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വ്യക്തിയെ പരിചയമില്ലായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ പെരും മഴയുടെ സമയം, അതിശക്തമായ മഴ, ആ ഇടവകയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വലിയ ഭീതിയിൽ ജനം കഴിയുന്ന ഒരു അവസരത്തിൽ ഒരു 10 മണി രാത്രിയായപ്പോൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്നിരുന്ന എൻ്റെ പരിചിതനായ ഒരു വ്യക്തി കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് ജീപ്പുമായിട്ട് വന്നു വെച്ചാൽ, എൻ്റെ അയൽവക്കത്ത് ഇതുപോലൊരു വ്യക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, കുറേ ദിവസങ്ങളായിട്ട് മാരകമായ രോഗിയാണ്, ഒരു നിർവാഹവുമില്ല, എന്താ സംഭവിച്ചെന്നിരിക്കും, ആ മനുഷ്യൻ്റെ ഭയന്നറിയാതെ വന്ന പോലെ പിശാചും ബാധിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം വെച്ചാൽ, ഒരു രക്ഷയിൽ അച്ഛൻ അവിടെ വരെ ഒന്ന് വരണം, പ്രാർത്ഥിക്കണം, ഒന്ന് രോഗലേപനം കൊടുക്കണം. അപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോവുക, ഡോക്ടറോട് പറഞ്ഞുവല്ലോ,
ഉറക്കഗുളിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഉറങ്ങുന്നില്ല, 4-5 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല എന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ ഉപേക്ഷിച്ച കേസാണ്, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് വിട്ട്, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു വരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രാത്രിയിൽ നല്ല മഴ, വഴിയൊന്നും കാണുന്നില്ല, ടാറിട്ട റോഡൊന്നും അല്ലാത്ത സ്ഥലത്തൂടെയാണ്, കുറേയേറെ ദൂരം പോകണം. വീടിൻ്റെ കുറേ താഴെ വരെ വണ്ടി എത്തും, അതിനുശേഷം നടക്കണം. പെരുമഴയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ രോഗിലേപനം കൊടുക്കാനാണ് പോകുന്നത്, ആഘോഷമായിട്ട് വീട്ടിലേക്ക് കടന്നില്ലേ. വീടിൻ്റെ മുറ്റത്ത് കാൽ കുത്തിയപ്പോൾ, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, വീടിൻ്റെ മുറ്റത്ത് കാൽ കുത്തിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്. വീടിനകത്ത് കയറുമ്പോൾ നമുക്ക് വലിയൊരു ഭീകരമായ പശ്ചാത്തലമാണ് വീട്, അറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നടുമുറിയിൽ നമ്മൾ കയറി ചെല്ലുന്നത് തൊട്ട് അടുത്ത മുറിയിൽ ഒരു കട്ടിലിൽ ഈ നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുക. 2 കൈയും കയറുപയോഗിച്ചവർ കെട്ടിയിട്ടു, 2 കാലും കെട്ടിയിട്ടു, വയറിൻ്റെ നടുവിൽ വീണ്ടും ഒരു കയറിട്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് മനുഷ്യനെ. കണ്ണ് തുറച്ചിരിപ്പെട്ട് ഭയങ്കരമായിട്ട് കട്ടിൽ കിടന്ന് പെട്ടയുകയാണ്. കുറേ ദിവസങ്ങളായി എന്നവർ പറഞ്ഞു, കുറേ ദിവസങ്ങളായിട്ട് കെട്ടിയിട്ടിട്ട് 4 ദിവസം മറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ നിലത്ത് വീണ് കിടന്നിങ്ങനെ, ടൈലറ്റർ മുറിയൊന്നുമല്ല, കോൺക്രീറ്റ് പരിക്കറിട്ടതായിരുന്നു. അപ്പോൾ കിടന്നുരുണ്ട് ദേഹത്ത് മുഴുവൻ തൊലി പോയി, കയറിട്ട് കെട്ടിയിടത്തെല്ലാം ഇങ്ങനെ ചോര ഒഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ മറ്റൊന്നുമില്ല, ഭയങ്കരമായിട്ടുള്ള ബഹളമുണ്ട്, അവരെന്തോ ഒച്ച പുറപ്പെടുവിക്കും, ഭയങ്കരമായ അസ്വസ്ഥരായി കിടന്നിങ്ങനെ പെടുകയും. സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ ഈ മനുഷ്യൻ രോഗലേപനം കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സ് എന്നെ അസ്വസ്ഥമാക്കി. എന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. എന്ന് വെച്ചാൽ അടുത്തെടുക്കാൻ സമ്മതിക്കില്ല, കയ്യും കാലും വിട്ടി തട്ടിത്തെറിപ്പിക്കുന്നിടത്ത് നമുക്ക് വേറെ പേടിയൊന്നുമില്ല. പിന്നെ വല്ലാത്തൊരു ഭീകരമായൊരു പശ്ചാത്തലം ആ ഭവനത്തിൽ എനിക്ക് ഫീൽ ചെയ്യുകയും. പൂർണ്ണഗർഭിണിയായ ഇവൻ്റെ പെങ്ങളുണ്ട്, പ്രസവത്തിന് കൊണ്ടുവന്ന ആ സ്ത്രീ മാത്രമേ ദയനീയമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സാഹചര്യം നിൽക്കുന്നു. ഞാൻ അല്പസമയം നിശബ്ദമായിട്ട് നിന്ന് എൻ്റെ മനസ്സിനുള്ളിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. ബാക്കിയുള്ളവരോടൊന്ന് മാറി നിന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ രോഗിലേപനം കൊടുക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ ഈ മനുഷ്യൻ രോഗിലേപനം കൊടുത്തു. രോഗലേപനം കൊടുക്കുന്ന സമയത്തും അസ്വസ്ഥമാണ്, കയ്യും കാലും വിട്ട് കട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 10-20 മിനിറ്റ് അവിടെ നിന്ന്, ദേഹത്ത് തൊടാനൊന്നും പോയില്ല, ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അപ്പോൾ അല്പം ഒന്ന് ശാന്തമായിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി. അവരെന്നെ ജീപ്പിന് കൊണ്ടുപോയിട്ട്, പക്ഷെ ഞാൻ അപ്പോൾ ഒരു വാക്കുകൂടി കൂട്ടിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ചെയ്യുക, ഇന്ന സ്ഥലത്ത് വരെ പോയി ഉറക്കഗുളിക കിട്ടുമോ എന്ന് നോക്കുന്നു. ഉറങ്ങാൻ 4-5 ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉറക്കഗുളിക കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ ആ ജീപ്പിനെ പള്ളിയിൽ കൊണ്ടുവിട്ടതിന് ശേഷം അവർ പള്ളിയിൽ നിന്ന് ഏറിയാൽ ഒരു 200 മീറ്ററേ പോയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോഴേക്ക് ജീപ്പ് തിരിച്ച് പള്ളിമുറ്റത്തേക്ക് തന്നെ കയറി വരുന്നു. എന്നോട് പറഞ്ഞ, അച്ഛാ, ആള് മരിച്ചു എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുക, കൺമുൻപിൽ കണ്ട എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം, ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു രോഗവും ഇല്ലെന്ന് നിങ്ങൾ അറിയണം. ഒരു രോഗവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഈ വിധത്തിലായി തീരുകയാണ്. വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നീട് ഞാൻ മനസ്സിലാക്കുമ്പോൾ അധാർമികതയുടെ വഴിയെ നടന്നു നീങ്ങിയവനാണ്. ഇല്ലാത്ത കൊള്ളരുതായ്മകൾ മുഴുവൻ നടത്തി സകല അധാർമിക പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടിയ ഒരു മനുഷ്യൻ ഒരു നിമിഷം ജീവിതത്തിൽ ഉരുണ്ടു വീഴുകയും. നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ ജീവിതത്തിന്റെ അവസാന നിമിഷം കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ. വഴിപിഴച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാക്കുപയോഗിക്കുന്നതിന് വഴിതെറ്റിപ്പോയതിനെ കുറിച്ചാണോ? വഴിപിഴച്ചത് എന്ന പദപ്രയോഗം മലയാള ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അധാർമിക പ്രവർത്തനത്തിൽ അടിമപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. അത് വഴിപിഴച്ച മനുഷ്യന്, വഴിതെറ്റിയതെന്നേ അല്ലാത്ത നമ്മൾ പറയുകയുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 1 വിശ്വാസരാഹിത്യം, 2 അധാർമികമായ പ്രവണതകൾക്കുള്ള അടിമത്വം. ഈ 2 മനുഷ്യ ജീവിതത്തിൽ കടന്നുകൂടിയാൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം ഈ വിധത്തിലൊക്കെ തന്നെ ആവുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ഒരുപക്ഷെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് എല്ലാം സ്വകാര്യമാണെന്ന് കരുതിയായിരിക്കാം ജീവിക്കുക. ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തോടടുക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഗതികേടിത നമ്മളൊക്കെ പലപ്പോഴും ഓർത്ത് നോക്കിയാൽ മതി. ഏത് വിധത്തിലാണ് സമ്പത്ത് വാരിക്കൂട്ടുന്നത്? ഏത് വിധത്തിലാണ് നമ്മൾ വ്യക്തി ജീവിതത്തിന്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് ആലോചിച്ചു നോക്കണം.
അധാർമിക പ്രവണതകളിൽ, പ്രത്യേകിച്ച് ലൈംഗികമായ മേഖലയിൽ ഉണ്ടാകുന്ന അധാർമികത ഇന്ന് സമൂഹത്തിന്റെ സർവ്വ നന്മയും നഷ്ടപ്പെടുത്തുകയും നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിന്റെ ചരിത്രത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഈ വലിയ അധാർമികത എവിടെയാണോ അരങ്ങേറുന്നത്, കുടുംബ ജീവിതത്തിന്റെ പവിത്രതയും പരിപാവനതയും മുഴുവൻ തകർക്കുമാറ് അധാർമിക മേഖലകളിലേക്ക് കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉടലെടുത്താൽ കണിശമാണ് ആ കുടുംബത്തിന്, സമൂഹത്തിനൊക്കെ വലിയ തിന്മ വന്ന് ഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ മേഖലയിലും അതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസരഹിതരും അധാർമികതയുടെ വഴിയിൽ നടക്കുന്നവരുമെന്ന് കർത്താവ് സൂചിപ്പിച്ച ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തലിന് സഹായകരമാകണം. നമ്മൾ കർത്താവിനോട് ചേർന്നാണോ ജീവിക്കുക? നമ്മുടെ വിശ്വാസത്തിന് എന്തുമാത്രം ആഴമുണ്ട് എന്ന് നമ്മൾ നോക്കണം. ആ വിശ്വാസത്തിന്റെ ആഴക്കുറവാണ് ഞാൻ ആരംഭ ഭാഗത്ത് പറഞ്ഞത്. നമ്മളിങ്ങനെ പാഞ്ഞു നടക്കുകയും എവിടെ പോയാലാണ് എനിക്ക് സൗഖ്യം കിട്ടുക, എവിടെ പോയാലാണ്, ആരുടെ പക്കൽ ചെന്നാലാണ് എനിക്ക് രോഗശാന്തി കിട്ടുക? ആ ഒരു ചിന്താഗതി വിശ്വാസരഹിതരായ മനുഷ്യരുടെ ജീവിത ശൈലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിന്റെ ഉടമകളാകാൻ, ശരിയായ വിശ്വാസത്തോടെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും, ജീവിതത്തിന്റെ മുഴുവൻ ദുഃഖഭാരങ്ങളും കർത്താവിന് മുമ്പിൽ ഇറക്കി വെക്കേണ്ടത് കർത്താവിന്റെ മുൻപിലാണ്. കർത്താവിനോട് ആ വിധത്തിൽ ഒരു ആത്മബന്ധം പുലർത്തി ജീവിതത്തിന്റെ നന്മ കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ എമീജിയസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതു ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ബലിയായി നൽകി നീ നാഥാ സകലേശ, നിൻ തിരുസൂനുവിനെ നിർമ്മലമായൊരു ഹൃദയവുമായി പാപമകന്ന കരങ്ങളുമായി ദിവ്യവിരുന്നിൽ ചേർന്നിടുവാൻ നിത്യം
സന്നിധിയണയുന്നു. വാഴ്ത്തിടാം നാഥാ നിൻ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതലിലേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേനാമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടെ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും, യോഗങ്ങൾക്കെല്ലാം ഒന്ന്, പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ നിമിത്തത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈന്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിയെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ
നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവായ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സർഗവാസിയുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നതവീഥി ഹോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നതവീഥി ഹോശാന, ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിനെതിരായവരെയും ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനമാകലുമായി ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇടവകാ സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, രൂപതാധ്യക്ഷന്മാർ മേജിയൂസ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വൈദികാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ ബുദ്ധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ. കർത്താവായ
നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അരുണയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായക ദിവ്യമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വിയർപ്പുള്ളവരെയും പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാകലമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട്
കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും അങ്ങ് കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ ദുരസന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ രക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയ അപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംസിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും അങ്ങെന്നിൽ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ സ്നേഹനാഥ, എന്നെന്നും എന്നോടൊത്ത് വസിക്കണമേ. ആമേൻ. അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ.
സഹനങ്ങളാനന്ദമാകുന്നിതാ നോവുകൾ മധുരമായി തീരുന്നിതാ ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ സ്നേഹം അപ്പമായി മുറിയുന്നിതാ ത്യാഗം സ്നേഹമായി മാറുന്നിതാ സഹനങ്ങളാനന്ദമാകുന്നിതാ നോവുകൾ മധുരമായി തീരുന്നിതാ ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നിതാ ഈ തിരുവോസ്തിയിൽ ത്യാഗത്തിനാഴം ഞാൻ അറിയുന്നിതാ ഈ ദിവ്യകൂദാശയിൽ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദേവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഠകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാ സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂമിയിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇനി ഞങ്ങൾ സ്വേച്ഛ കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര വസിച്ചിരിക്കുന്ന
അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ മാറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹതകളുടെ അന്തവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നെഞ്ചോട് ചേർത്തുമല്ലേ തിരുനാമം